എൻ്റെ പേര് ശാലിനി സന്തോഷ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആളൂർ ഇടവകാംഗമാണ്. ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനായിട്ടാണ് നിൽക്കുന്നത്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് മകന് വേണ്ടിയിട്ടായിരുന്നു. അവന് 3 വയസ്സാണ് അന്നായിരുന്നത്. അവന് ശ്വാസം മുട്ടായിരുന്നു, നിർത്താതെയുള്ള ചുമ, പിന്നെ ശ്വാസം മുട്ടിലേക്ക് മാറി, കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്വാസം മുട്ട്. പല സ്ഥലത്തും പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു 12 വയസ്സോടുകൂടി രോഗം മാറും, അതുവരെ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഭയങ്കര സിവിയറായിട്ട് ശ്വാസം മുട്ടുകയും പുലർച്ചെ 2 മണി 3 മണി ഈ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ദിവസം തോറും അങ്ങനെ പോകേണ്ടി വന്നിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയാനിടയാവുകയും എനിക്ക് പക്ഷേ കേട്ടപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന് വരാനായിട്ട്. 2019 നമ്മൾ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അത്ര നല്ല ന്യൂസും പലതും കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരാനായിട്ട്, ഒട്ടും ഇൻട്രസ്റ്റ് തോന്നിയിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ എങ്കിലും ചേച്ചിയോട് നോ പറയാനുള്ളൊരു വിഷമമുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മേനെ കാണാനിടയായി. അമ്മേനെ ഒരു ഗ്രൗണ്ടിൽ, അതായത് ഒരു വീടിൻ്റെ മുറ്റത്ത് അമ്മയുടെ സ്റ്റാച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നു വരുമ്പോൾ ആ സ്റ്റാച്ചു പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോരാണ്. ഞാൻ ആ മുന്നിൽ വന്ന് നിന്നിട്ട് മാതാവിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ മാതാവ് എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോന്നു. അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു വെള്ള കളറായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു, പക്ഷേ അമ്മ ഒരു മുഷിഞ്ഞ കളർ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അമ്മമാരൊക്കെ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഇതിലും നീല കളറിലൊക്കെയല്ലേ കണ്ടേണേ എന്ന് ഞാനിങ്ങനെ പറയണ്ടായി. അതിനുശേഷം ഞാൻ ഈ ഉടമ്പടിനെക്കുറിച്ച് പിന്നെ താല്പര്യപ്പെട്ടില്ല വരാനായിട്ട്. പിന്നെയും ചേച്ചിയുടെ നിർബന്ധം മൂലം ഞാൻ വീണ്ടും വരാനായിട്ട് തീരുമാനിച്ചു. നിർബന്ധം മാത്രമല്ല, കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ സിവിയറായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി. എല്ലാ ദിവസവും ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള പോലെ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി വരാനായിട്ട് തീരുമാനിച്ചു, വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ അന്ന് വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മറ്റൊരു സ്വപ്നം കൂടി കണ്ടു. പരിശുദ്ധ അമ്മ, ഞാനിങ്ങനെ ഒരു മുറ്റത്ത് ഇതുപോലെ ഒരു സ്റ്റെപ്പും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, 5:30 മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചോദിക്കുമ്പോൾ പോലെ എന്താണ് ഞാൻ കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ഞാനിരിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്താണ്. ആ വീടിൻ്റെ ഓടിട്ടൊരു വീട്. ആ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വെൺമേഘങ്ങൾ കൊണ്ടൊരു മാതാവിൻ്റെ മുഖം. അതൊരു ചെറിയ മുഖമായിരുന്നു. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണില്ലേ, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് കയറി വരുന്നത് പോലെ ആ മുഖം ഇങ്ങനെ ആ ഓടിട്ട വീടിൻ്റെ പിൻവശത്തു നിന്ന് ആകാശത്ത് ഇങ്ങനെ പൊന്തി വന്ന് അത് ആ ആകാശം മുഴുവനും നിറയുന്ന ഒരു മുഖമായിട്ട് മാറി. ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ആ ഇങ്ങനെ കണ്ടിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അത്രയ്ക്ക് ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖം നടുക്കിൽ 2 സൈഡിൽ മാലാഖമാരാണോ എന്തൊക്കെയോ ഇങ്ങനെ സ്വർഗീയമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്. വായു ഇങ്ങനെ അമ്മ വന്നു, മാതാവ് വന്നു കാണാം. അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവസാനം എൻ്റെ അമ്മ ഇറങ്ങി വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് എന്തോ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞാനത് നോക്കുകയാണ്, എന്താണ് കൊടുക്കണേന്ന് ഓർത്ത് നോക്കുമ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് മാതാവിൻ്റെ രൂപം. അപ്പോൾ ഞാൻ ഈ സ്വപ്നം കണ്ടിട്ട് പലരോടും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞത് അതൊരു വെണ്ണക്കല്ല് കൊണ്ടുള്ളൊരു രൂപം, കൊച്ചു മാതാവിൻ്റെ ഒരു രൂപം എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരുന്നത്. അതങ്ങനെ കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൻ്റെ ശ്വാസം മുട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുകയുണ്ടായി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയ അന്ന് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ മാതാവ് രക്ഷിക്കുകയും ചെയ്തു. ഒരു തീപിടുത്തത്തിൽ നിന്ന് വീട് മുഴുവൻ ഒരു പ്രത്യേക തരം സുഗന്ധം നിറയുകയും ഞാനത് ആ സുഗന്ധം ഇതെന്ത് ഇത്ര മാത്രം മണം വരണേ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പം കൊച്ച് തീപ്പെട്ടി ഉരച്ച് ബെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരോ വന്ന് തല്ലിക്കെടുത്തിയതുപോലെ അത് കിടുകയും ഒരു വലിയ വീട് മുഴുവൻ കത്തിപ്പോകാവുന്ന ഒരവസ്ഥയിലാണ് അവൻ ആ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ ഒരു വലിയ അപകടത്തിന് രക്ഷിക്കുകയും ചെയ്തു. 2019 ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം കൂടി പുതുക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അറിവ് കുറവുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി. ആ പുതുക്കൽ കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞല്ലോ, പിന്നെ അത് ചെയ്യണ്ട എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഞാൻ പക്ഷേ ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈവൻ വിശ്വാസമില്ലാതിരുന്നിട്ട് പോലും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കണം അവൻ
അവൻ ആ ഹീലിംഗ് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ വിശ്വാസം അതിലൊന്നും മാതാവിനോടുള്ള വിശ്വാസക്കുറവല്ല, ഉടമ്പടിയിലുള്ള വിശ്വാസക്കുറവും ഉണ്ടായിരുന്നിട്ട് പോലും അവന് കംപ്ലീറ്റ് ഹീലിംഗ് അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഉടമ്പടിനെക്കുറിച്ച് ഓൾമോസ്റ്റ് മറന്ന പോലെയായി. 2021 ഞാൻ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾ പെൺകുഞ്ഞാണ്. അവൾ ജനിച്ച അന്ന് തൊട്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവളിപ്പോൾ മയങ്ങി വരും, നല്ല ഉറക്കം വരും, പക്ഷേ ഡീപ്പ് സ്ലീപ്പിലേക്ക് അവൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഉറക്കി കൊണ്ട് കിടത്തുമ്പോൾ അപ്പം തന്നെ ഞെട്ടി അവൾ എണീക്കും, കരഞ്ഞെണീക്കും. അതുപോലെ പിന്നെ ഇച്ചിരിയെങ്കിലും അവൾ മയങ്ങുക, എൻ്റെ തോളത്ത് ഇങ്ങനെ കുറച്ചൊരു അപ്രൈറ്റ് പൊസിഷൻ, ഒരു 90 ഡിഗ്രി പൊസിഷൻ, അവളുടെ നെക്കൊക്കെ പൊസിഷൻ ചെയ്ത് കൊടുത്താൽ അവൾ കുറച്ച് നേരം ഒന്ന് മയങ്ങും. അപ്പോഴും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ അവൾ എണീക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. നിർത്താതെയുള്ള കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുകയാണ് ചെയ്യുക. അതിങ്ങനെ കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ നമ്മുടെ ബ്രെയിൻ ട്രിഗർ ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കരഞ്ഞാൽ. അപ്പോൾ ഒരു മാസത്തോളം എൻ്റെ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ തന്നെയായി. അപ്പോൾ ഈ ഒരു മാസത്തിനോടടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഇവളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഡോക്ടർ കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഇവൾക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് പറയാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയിലേക്ക് പോകും, പക്ഷേ 6-7 മാസമാകുമ്പോഴത്തേക്കും സെറ്റിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് എണീക്കുക എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കിടന്നാലല്ലേ എണീക്കുന്നുള്ളൂ. അപ്പോൾ രാത്രി ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് ഞാനിങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക, അങ്ങനെ മാത്രമായിരുന്നു. കാരണം ഇവൾ കരഞ്ഞ് വാശി പിടിക്കുന്നൊരവസ്ഥയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇരിക്കില്ല, പലപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ പോവും. അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന ഡോക്ടറിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ ചേട്ടൻ്റെ ഫോണിലേക്ക് ഡയറക്റ്റ് വിളിച്ചു. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചിട്ട്, എന്താണ് മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഒരു പീഡിയാട്രീഷ്യനെ വേറെ കൺസൾട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. കാരണം അവളുടെ വെയിറ്റ് ലോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം, കണ്ടിന്യൂസ് ആയിട്ട് കരയണത് എന്തിനാണെന്ന് അറിയണം, റൂൾ ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിന് മുൻപും ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസുള്ള കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയും. എനിക്കറിയാം, മൂത്ത മകനും 6 മാസത്തോളം അങ്ങനെയായിരുന്നു. അപ്പോൾ അതാണെന്നുള്ളൊരു ആശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. ആ ഡോക്ടറും പറഞ്ഞു, ഗ്യാസിൻ്റെയാണ്, കുഴപ്പമില്ല, 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മോള് സെറ്റിലാവുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് അതിൻ്റെ ഒപ്പം ഛർദി ആരംഭിച്ചു. ഓരോ തവണ ഫീഡ് കൊടുക്കുമ്പോഴും ആസ്പിറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഫീഡ് ചെയ്യുന്നത് പോലും എന്നെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ പിന്നെ ഉറക്കം എന്നുള്ളത് ഒട്ടും തന്നെ ഇല്ലാതെയായി. അവളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ തോളത്തിട്ട് ഒരു അപ്രൈറ്റ് പൊസിഷനിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും, ഞാനും മോനും ഈ കുഞ്ഞും തന്നെയാണ്. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ എൻ്റെ മോൻ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു. ഞാനത് എൻ്റെ ജനലിൽ കൂടെ നോക്കിയിട്ട് അതും കണ്ട് ഞാൻ വേദനിക്കും. കാരണം അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇതൊക്കെ ഓക്കെ ആവൂടാ എന്ന് അങ്ങനെയൊന്നും പറയാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ലാഘവത്വം തോന്നിയിരുന്നത്, സ്വപ്നത്തിൽ ഞാൻ 6-7 മാസം എന്നൊക്കെ കണ്ടല്ലോ അത് സെറ്റിലാവുമെന്ന്. അപ്പോൾ അത് സെറ്റിലാവും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 5.5 മാസമായിപ്പം ഇവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം സ്റ്റാർട്ട് ചെയ്തു. ജലദോഷം, ചുമ, അതൊരു പ്രത്യേകതരം ചുമ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇവളുടെ ശ്വാസം എടുക്കുന്ന സൗണ്ട് മാറി. അതായത് അടഞ്ഞ ഒരു പൈപ്പിൽ കൂടെ എങ്ങനെയാണോ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ഊതുമ്പോഴൊക്കെ സൗണ്ട് വരും, അതുപോലത്തെ ഒരു സൗണ്ട്. പിന്നെ സ്ട്രൈഡർ, അതൊരു പ്രത്യേകതരം സൗണ്ട് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ വരുന്നതാണ്. അതുപോലെ ചില സമയത്ത് വീസിങ് സൗണ്ട്, ചില സമയത്ത് നമ്മൾ ചൂളം കുത്തുന്ന സൗണ്ട്. ആ ചൂളം കുത്തുന്ന സൗണ്ട് വെച്ചിട്ട് അവൾ കളിക്കുക പോലും ചെയ്യായിരുന്നു. ഇങ്ങനെ അവൾ ശ്വാസം എടുക്കുമ്പോൾ വരുന്ന ആ സൗണ്ട് വെച്ചിട്ട് അവൾ ഡേ ടൈമൊക്കെ ഉറങ്ങാത്ത സമയത്തൊക്കെ അവൾ ആക്റ്റീവാണ്. അവൾക്ക് ഉറക്കം വരും, ഉറങ്ങി തൂങ്ങി തുടങ്ങുമ്പോഴത്തേക്കും അവൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെയായിരുന്നു. അത് മാസങ്ങളോളം നീണ്ടു നിന്നു. 9-ാം മാസമായി. എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒന്നൊന്നായിട്ട് അവസാനിച്ചു തുടങ്ങി. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പലപ്പോഴും ഒരു ദിവസം തന്നെ ഉറങ്ങാതിരിക്കുമ്പോഴത്തെ അവസ്ഥ നമുക്കറിയാലോ. അത് മാസങ്ങളായി ഉറങ്ങാതെ, രാവും പകലും ഉറങ്ങാതിരിക്കുമ്പോൾ എന്താവും. അപ്പം എനിക്ക് ഇവളെ എടുക്കാൻ പറ്റാതായി തുടങ്ങി. എൻ്റെ കഴുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവളെ തോളത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് എൻ്റെ കഴുത്തിൻ്റെ എല്ല് തേയ്മാനമായി. എനിക്ക് കൈകളിലേക്ക് തരിപ്പ് വരാൻ തുടങ്ങി. രാത്രികളിലൊക്കെ രാത്രിയൊന്നും പപ്പയുടെ കൂടെ ഒന്നും കുഞ്ഞു പോവില്ല, ഞാൻ തന്നെ മാനേജ് ചെയ്യണം. അപ്പം
ഞാൻ എടുക്കുമ്പോൾ എനിക്കറിയുന്നില്ല ഞാനിവിടെ എടുത്തേക്കുവാണോ എന്ന് മനസ്സിലാവണില്ല. കാരണം കൈ രണ്ടും മരവിച്ച അവസ്ഥയായി തുടങ്ങി. പിന്നെ അതുപോലെ ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് കൊതറും, ബ്രീത്തിങ് അങ്ങനെ അപ്സെറ്റ് ആകുമ്പോഴത്തേക്കും അവളിങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കൊതറിപ്പോവും. അപ്പോൾ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ കുഴഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബെഡിനോട് ചേർന്ന് നിൽക്കുമായിരുന്നു, കൊച്ചു വീഴുവാണെങ്കിൽ ബെഡിലേക്ക് വീഴാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഞാൻ വെച്ച് പോകുമായിരുന്നു നടക്കുമ്പം. ഉറക്കമില്ല, റെസ്റ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാലത്തെ ഡ്യൂട്ടിക്ക് പോയ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഒന്ന് വാഷ്റൂമിൽ പോലും പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത്രമാത്രം കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. 9ാം മാസമായപ്പോൾ തീരെ നിവൃത്തിയില്ലാണ്ടായി, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ഇടയിലൊക്കെ പല ഡോക്ടേഴ്സിനെ മാറി കാണിച്ചു. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ലാരിഞ്ചോസ്കോപ്പി ചെയ്യണം, അതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്യണം, അത് ഉള്ളിലേക്ക് നമ്മുടെ തൊണ്ടയിലേക്ക് കുഴൽ കടത്തി നടത്തുന്ന ടെസ്റ്റാണ്. അപ്പം അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനും ഒരു നേഴ്സാണ്, എനിക്കറിയാം. ഞാൻ അഡൽട്സിന് ആൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ എത്രമാത്രമാണ് അതിന് സ്ട്രഗിൾ ചെയ്യണമെന്നറിയാം. ഈ 9 മാസമുള്ള കുഞ്ഞിനെ ഇത് ചെയ്യണത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാനത് സഹിച്ചു നിൽക്കും? ഈ 9 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞ് അനുഭവിക്കാൻ പറ്റാവുന്നതൊക്കെ അനുഭവിച്ചും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഏറ്റവും വലിയ വേദനാജനകമായൊരവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് ഈവൻ വിശുദ്ധ കുർബാനയൊക്കെ കാണുമ്പോൾ ഞാൻ ഏറ്റവും പിന്നിൽ നിന്നിട്ടാണ് കുർബാന കാണുക. കാരണം എനിക്ക് അത്രയും കൂടി വിശുദ്ധ കുർബാന കാണാൻ പറ്റുമായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഓരോ കുർബാനയിലും കരഞ്ഞല്ലാതെ എനിക്ക് കുർബാന മുഴുവനാക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും പിന്നിലാണ്. ഞാൻ കരയുന്നത് കണ്ട ആളുകാർ എന്ത് വിചാരിക്കുന്നു ഓർത്തിട്ട് ഞാൻ ഏറ്റവും പിന്നിൽ നിന്നിട്ടാണ് കുർബാന കൂടിക്കൊണ്ടിരുന്നത്. അതുപോലെ വചനം വായിക്കാൻ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു. വചനം വായിച്ചുകൊണ്ടേ ഇരുന്ന് ഞാൻ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഞാൻ അങ്ങനെ ഇരിക്കും. അതുപോലെ ആരാധനയുടെ മുന്നിലിരിക്കാൻ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. ബൈബിളിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ബൈബിളിനെ നോക്കി കുറേ നേരം നോക്കി നിൽക്കും. വചനം എടുത്ത് വായിക്കണം എന്നുണ്ട്, വായിക്കുമ്പോൾ ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ മാസത്തിൽ ഒരു തവണയാണ് എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുക. ഒരു തവണ പോകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ഭയാനകമായിട്ടുണ്ടാകും. കാരണം പുറത്തെ കാറ്റ് അവൾക്ക് അടിക്കാൻ പറ്റില്ല, സിറ്റ് ഔട്ടിൽ പോലും അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ വെറും ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നും. ദൈവം ഇത്ര ദിവസം കാത്തിരുന്നിട്ട് ഞാനൊരു വിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നിട്ട് ഈ ഒരു അവസ്ഥയിലാണല്ലോ ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന പലരും നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറയും. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് പോലും എനിക്കൊരു നിശ്ചയമില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ അത് അങ്ങനെ 9 മാസം അത് കഴിഞ്ഞു. അതേ സമയം തന്നെ 6ാം മാസത്തിൽ കുഞ്ഞിന് 6 മാസമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു. കുഞ്ഞിനടക്കം എല്ലാവർക്കും കൊറോണ വന്നു. അതിൽ മോന് വിട്ടുമാറി പോയിട്ടുണ്ടായിരുന്ന, ഉടമ്പടി എടുത്ത് തന്നെ വിട്ടുമാറി പോയിരുന്ന ആ ശ്വാസം മുട്ട് തിരിച്ചു വന്നു. അവന് ഉറക്കമൊന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. കുറച്ച് നേരം ഒന്ന് ചിരിച്ച് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചുമയായിട്ട് തുടങ്ങും. ചുമ, പിന്നെ പനി, ശ്വാസം മുട്ട്, അങ്ങനെയാവും. എനിക്ക് മരുന്നുകൾ കൊടുക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ LKG പഠിക്കുമ്പം ഇവനിങ്ങനെ സമ്മാനങ്ങൾ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ഷീൽഡുകളൊക്കെ എടുത്തു വെച്ചിട്ട് കളിക്കുമായിരുന്നു, അതിൻ്റെ സ്ക്രൂവൊക്കെ ഇളക്കിയിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ ഓർമ്മകളല്ലേ, സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, സാരമില്ല, അവൻ എല്ലാ സ്കിൽസും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും അവൻ ആക്റ്റീവാണ്, എല്ലാത്തിലും പങ്കെടുത്ത സമ്മാനങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സാരമില്ല, ഇനിയും അവൻ സമ്മാനങ്ങൾ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വെക്കാനൊക്കെ കിട്ടുന്നോർത്തു. അപ്പോൾ പക്ഷേ പിന്നീടുണ്ടായ അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഷോക്കേസിൽ വയ്ക്കാൻ ഞാൻ ഷീൽഡുകളാണ് ചിന്തിച്ചതെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഷെൽഫ് മൊത്തം മെഡിസിൻസ് ആയിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ മെഡിസിൻ, ഇതില്ലാതെ ഞങ്ങളുടെ ഷോക്കേസ് ഫുൾ അതായിരുന്നു. അപ്പോൾ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. അത് കഴിഞ്ഞു. ഇവൾക്കൊരു കുറവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഇടയിൽ മകനാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫീവർ. ഈ ആഴ്ചയിൽ ഒരാഴ്ച ക്ലാസ്സിൽ പോയാൽ പിന്നെ 3 ആഴ്ച അവൻ ക്ലാസ്സിൽ പോകുന്നില്ല. അങ്ങനെയായിരുന്നു. സ്കൂളിൽ അവനെ ഒന്നിനും പങ്കെടുപ്പിക്കുന്നില്ല. ഒരു സൈഡിൽ മോൻ്റെ കാര്യം വളരെ ദയനീയമായി. അവന് പനി വരുമ്പോൾ പപ്പയാണ് രാത്രിയൊക്കെ ഇരുന്ന് നനച്ച് തുടച്ച് ആദ്യത്തെ ദിവസം ഇരുന്നാൽ പിറ്റത്തെ ദിവസം പപ്പയ്ക്കും ഇതേ പനി, ഭയങ്കര ഹൈ ഫീവർ, 104 ഡിഗ്രിയിലൊക്കെ കണ്ടിന്യൂസ് ഫീവർ. കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഷിവർ ചെയ്യുന്നു, രാത്രി മുഴുവനും നനച്ച് തുടച്ചിരിക്കുന്നു. പാരസെറ്റമോള് 4 hours കൊടുക്കേണ്ടത് 3 hours പോലും ഞാൻ കൊടുക്കും. മെഫെനാമിക് ആസിഡ് അത് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം. അത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കൊച്ചിൻ്റെ കണ്ടിന്യൂസ് ഫീവർ വിട്ടു പോകുന്നില്ലായിരുന്നു. അങ്ങനെ തീരെ നിവൃത്തിയില്ലാണ്ടായിപ്പം പിന്നെ കുഞ്ഞിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ. എനിക്ക് ആരെ നോക്കണം ഈ അവസ്ഥയിലെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോണത്. അത് കഴിഞ്ഞു. ഒരു 2 മാസം കൂടി കഴിഞ്ഞപ്പം മോൾക്ക് പിന്നെയും അധികമായി. അങ്ങനെ മോളെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ഡോക്ടറെ മാറ്റി കാണിച്ചു.
ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് അമൃതയിലേക്ക് റെഫറൻസ് തരാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യണം, ഇത്രയും നാളായിട്ടും ഒരു കൃത്യമായൊരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അമൃതയിലേക്ക് റെഫറൻസ് തന്നു. ഞങ്ങൾ അമൃതയിൽ പോയി അഡ്മിറ്റായി. അമൃതയിൽ രാവിലെ ഇത് തന്നെ ലാരിഞ്ചോസ്കോപ്പിയും എൻഡോസ്കോപ്പിയാണ് നമുക്ക് അവർ സജസ്റ്റ് ചെയ്ത് തന്നത്. ഞങ്ങൾ പോയി ലാരിഞ്ചോസ്കോപ്പി ചെയ്തു. ലാരിഞ്ചോസ്കോപ്പിയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ പൾമനോളജിസ്റ്റിന് റെഫർ ചെയ്തു. പൾമനോളജിസ്റ്റ് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പിക്ക് ഞങ്ങൾ രാവിലെ 6:30 കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കയറ്റി ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഐസിയുലേക്ക് അവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഐസിയുയിൽ 12 മണിക്കാണ് പിന്നെ അവർ ഫ്ലൂയിഡ് ഇടുന്നത്. അത്രയും നേരം കുഞ്ഞ് ഭക്ഷണം വായിലൂടെ ഒന്നും കഴിക്കാതെയാണ് ഇരുന്നത്. 10 മാസം ഉണ്ട് അവൾക്ക്, 10-10.5 മാസമുണ്ട്. അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 12 മണിക്ക് ഫ്ലൂയിഡ് വിട്ട് 4 മണിക്കാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല. കുഞ്ഞിനെ അവിടെ ഇരുത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞ് സാധാരണ 4 to 6 hours കുഞ്ഞുങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെഡേഷനിലായിരിക്കും. പക്ഷേ മോള് പ്രൊസീജിയർ കഴിഞ്ഞ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വേക്കായി അവൾ കരഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെയും എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഐസിയുന്ന് പോരണമെന്ന് പറഞ്ഞു. ഐസിയുന്നും അവർ വിടുന്നില്ല, ഒബ്സർവേഷനിലിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് തർക്കിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഞങ്ങൾ ഡിസ്ചാർജ് അഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങിച്ചു പോന്നു. പക്ഷേ പിന്നെയും നമുക്ക് ബ്രോങ്കോസ്കോപ്പി ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ 50% അഡിനോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അഡിനോയിഡിൻ്റേത് മാത്രമായ സിംറ്റംസ് അല്ല കുഞ്ഞ് കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റു ടെസ്റ്റുകളും അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CT ടെസ്റ്റ് എടുക്കണം, പിന്നെ ഒരു ബാരിയം സ്വോളോ, അത് കുഞ്ഞ് എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ ആസ്പിറേറ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ടെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഭയങ്കര വീക്കായിരുന്നു. കാരണം രാവിലെ തന്നെ അത്ര 6 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം 9 മണി വരെ വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കുഞ്ഞാണെങ്കിൽ കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചു പോന്നു. അന്ന് രാത്രി ഞാൻ ഈശോയുടെ അടുത്ത് കരഞ്ഞ് ഞാൻ അവൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിടക്കുമ്പോൾ അവളിങ്ങനെ കുറഞ്ഞു കിടന്നു, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും ആ ബ്രീത്തിങ് അസ്വസ്ഥതകൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് എന്താണ് അസുഖം എന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു എൻഡോസ്കോപ്പി വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകുമായിരിക്കും. അങ്ങനെ ഒരു വീഡിയോ ഞാനിങ്ങനെ കാണുകയാണ്. ആ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞപ്പം ത്രോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കർസർ വന്ന് നിൽക്കുന്നത് പോലെ കർസർ വന്ന് നിന്നു. ആ കർസറിൻ്റെ പൊസിഷൻ അത് കഴിഞ്ഞു. അപ്പോൾ ഒരു വോയിസ് ഞാൻ കേൾക്കുകയാണ്, ഇത് 1.25 വയസ്സാകുമ്പം ഇത് 1.25 വയസ്സെടുക്കും ഇത് മാറാനായിട്ട് എന്നിങ്ങനെ ഒരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പിന്നെ അത് ഷെയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഇത്രയും നാളും ഞങ്ങൾ കരഞ്ഞ് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥന ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും നമ്മളുടെ ഒരു കുറവ് കൊണ്ട് ഈ കുഞ്ഞിന് ഇനി ഒരു ഹീലിംഗ്, കുഞ്ഞിൻ്റെ മാത്രമല്ല ഇവൻ്റെ മോൻ്റെ കാര്യം അതിലേറെ ദയനീയാവസ്ഥയായിരുന്നു. കുറവ് കൊണ്ട് അവർക്ക് ഹീലിംഗ് കിട്ടാതിരിക്കരുത്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെടുത്തി പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു ഹീലിംഗ് ഉണ്ടാവുന്നില്ല, ഒരു കുറവുണ്ടാവുന്നില്ല, മറിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈശോയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഈശോയെ എത്ര നാളായിട്ടൊരു കുറവില്ല, ഇനി എന്താണ് ഞങ്ങളിനി ചെയ്യാൻ ബാക്കിയുള്ളത് എന്നിങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നു. ഞാനൊരിക്കലും കിടക്കാറില്ല, എനിക്ക് കിടക്കാൻ പറ്റില്ല. കാരണം ഞാനൊന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബെഡിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഇവളെ എണീറ്റിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു വർഷക്കാലമാണ് കടന്നുപോയത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊന്നിങ്ങനെ ഇരുന്ന് മയങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ട്രോക്ക് വന്നിട്ടുള്ള അമ്മയാണ്. ആ അമ്മ ഒത്തിരി ഫിസിക്കലി ഭയങ്കര വീക്കാണ്. എൻ്റെ ഓർമ്മയിലൊക്കെ അമ്മ ഭയങ്കര വീക്കായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുള്ളൂ. അമ്മയ്ക്ക് ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ആ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരു വലിയ മലയല്ല ഒരു കുന്നുപോലെ റോഡാണ്, അതിങ്ങനെ കുത്തനെയുള്ളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കയറി അതിൻ്റെ തുഞ്ചത്ത് എത്തിക്കഴിഞ്ഞപ്പം അപ്പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം അതിങ്ങനെ 90 ഡിഗ്രിയിലുള്ള സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അതൊരിക്കലും നമുക്ക് കാല് വെച്ച് ഇറങ്ങാൻ പറ്റില്ല. കാരണം കാല് വയ്ക്കാൻ മണ്ണ് ഇല്ല. കാരണം ഇങ്ങനെ കുത്തനെ ഈ കോണിയൊക്കെ ഇരിക്കുന്ന പോലെ കുത്തനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ പേടിച്ച് മാറി നിന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അമ്മ അപ്പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല, അതൊരു കൊക്കയിലേക്കൊക്കെ ഇങ്ങനെ വീഴുന്ന പോലെ അത്രയും ഫോഴ്സിൽ പിന്നെ ഞങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. ഭയങ്കര ഫോഴ്സിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ മൂവ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രത്യേക ഒരു ഏരിയയിലെത്താണ്. അതൊരു റൂം സ്പേസ് പോലെയാണ് എനിക്ക് കണ്ടത്. അവിടെ എത്തിയപ്പം അപ്പോൾ ഇങ്ങനെ ഈ യാത്രയിൽ ഞാൻ കാണുന്നുണ്ട് എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒന്ന് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ തട്ടം ഇങ്ങനെ പറക്കണത് എനിക്ക് കാണാം. പിന്നെ ഒന്ന് രണ്ട് യങ് ബോയ്സ്, അവരുടെയൊക്കെ മുഖം ഭയങ്കര കൂൾ, ഭയങ്കര ഹോളി ആയിട്ട് നമുക്ക് തോന്നും. അവരൊക്കെ ഭയങ്കര ശാന്തമായിട്ട് ഇറങ്ങണം. ഞാൻ മാത്രം ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതപ്പെട്ടും ഭയങ്കര ടെൻഷനിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു റൂം സ്പേസിലേക്ക് എത്തി കഴിഞ്ഞപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് എനിക്ക് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണേക്കാട്ടിലും തൊട്ട് ഒരു 2 അടി മുകളിലായിട്ട് എൻ്റെ കാലുകൾ നിന്നു. ഞങ്ങളുടെ ആ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ എൻ്റെ പവറിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശക്തിയിലല്ലല്ലോ ഞങ്ങൾ അത്രയും നേരം മൂവ് ചെയ്ത് വന്നത്. പിന്നെ നോക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല. അപ്പം ആ സ്റ്റോപ്പായി. അപ്പോൾ തന്നെ എൻ്റെ ബോഡി കുറച്ചും കൂടി മുകളിലേക്ക് പൊന്തി. എന്നിട്ട് ഞാൻ നിൽക്കുമ്പം ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പം ഔസേപ്പ് പിതാവിൻ്റെ സ്റ്റാച്ചു കണ്ടു. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്നു. ഞാൻ താഴേക്ക് നോക്കിയപ്പം ഒരു നീല തടാകം കണ്ടു. ആ തടാകത്തിൽ ആളുകൾ ചവിട്ടി പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. പുറത്തുനിന്ന് പ്രകാശം ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഞാനതിൽ ചവിട്ടാൻ വേണ്ടി എൻ്റെ കാലുകൾ ആഞ്ഞെങ്കിലും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ കണ്ണു തുറന്നു. അപ്പം അതിനുശേഷം അത് ഞാൻ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീടും കുഞ്ഞിൻ്റെ അവസ്ഥ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുഞ്ഞ് കഷ്ടപ്പെട്ട് ഉറങ്ങണ ഒരു സമയത്ത് അച്ഛൻ്റെ ടോക്ക് ചൊവ്വാഴ്ചത്തെ ധ്യാനം കാണുകയും അത് ഞാൻ അവിചാരിതമായിട്ട് ഞാൻ അവളുടെ തലയ്ക്ക് അടുത്ത് കൊണ്ട് വെച്ചിട്ട് ആ ടോക്ക് മുഴുവൻ അവൾ കേൾക്കത്തക്ക രീതിയിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പം അന്ന് വളരെ ശാന്തമായിട്ട് അവൾ ഉറങ്ങുകയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം പിന്നീട് എനിക്ക് എന്തോന്നറിയില്ല, ഒരു പ്രചോദനം, എപ്പോഴും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഉടമ്പടി എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, വിശുദ്ധ കുർബാനയ്ക്ക് ഡെയിലി ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഹസ്ബൻഡ് വന്നു. അങ്ങനെ ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങളെല്ലാവരും കൂടി വന്നു. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഇവിടെ നിന്ന് പോയി ഫസ്റ്റ് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന കാണാനായിട്ട് പറ്റി. വിശുദ്ധ കുർബാന എങ്ങനെയാണോ ഞാൻ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ അഭിഷേകത്തോടുകൂടെ വിശുദ്ധ കുർബാന കാണാനും വചനം വായിക്കാനുള്ള കൃപ എനിക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷേ അവളുടെ അസ്വസ്ഥതകൾക്ക് കുറവില്ല. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അവളുടെ തലയ്ക്ക് ഭാഗത്തിരുന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത്ര നാൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ യുദ്ധം ചെയ്യണം. അമ്മ എൻ്റെ ഒപ്പമുണ്ട്. ഈ ഉടമ്പടിയുടെ അവകാശത്തോടെയാണ് ഞാൻ ചോദിക്കണത്. ഈ കുഞ്ഞിൻ്റെ ഈ അസ്വസ്ഥതയ്ക്ക് മാറ്റം എനിക്ക് കാണിച്ചു തരണമെന്ന് നിർബന്ധപൂർവ്വം പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഒരു 3 മണി നേരത്താണ് ഞാൻ അവളെ കൊണ്ട് കിടത്തി അവളുടെ തലയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു നിമിഷം തന്നെ അവൾക്ക് ശാന്തമായിട്ട് ഉറങ്ങി. അവൾ വളരെ ശാന്തമായിട്ട് ഉറങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് അവൾ കരച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ അലറി കരയുന്നൊരവസ്ഥയോ രാത്രികളിൽ കരയുന്നൊരവസ്ഥയോ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നീട് മകൻ്റെ അവസ്ഥയ്ക്കും വളരെ മാറ്റം ഉണ്ടായി. അവനും പതുക്കെ അലർജി, അവന് കണ്ടിന്യൂസ് ആയിട്ടുള്ള അലർജി വരുമായിരുന്നു. അതൊക്കെ പതുക്കെ മാറി തുടങ്ങി. മാസത്തിൽ 2-3 പ്രാവശ്യം പനി വന്നിരുന്നത് തവണകൾ കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെഞ്ചരിച്ച കാശുരൂപം, തൈലവും ഉപ്പും ഒക്കെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് മകനും മോൾക്കും കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ അവസ്ഥ പിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണ്. തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ, അതായത് 1.5 വർഷമായതിന് ശേഷമാണ് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യുക. അതുവരെയും ആ കുഞ്ഞിനെ കൊണ്ട് ഈ അമ്മ എന്തുമാത്രമാണ് ഈ അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത്യാവശ്യ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ മകള് ആ കുഞ്ഞിനെയും കൊണ്ട് ഒരേ നിൽപ്പാണ്. അതായത് ഒരു പൊസിഷനിൽ കുഞ്ഞിനെ ഉയർത്തിപ്പിടിക്കണം. കുഞ്ഞിനെ തോളത്ത് കിടത്താൻ പറ്റില്ല, കുഞ്ഞ് കട്ടിലിൽ കിടക്കില്ല, എപ്പോഴും കരച്ചിൽ. ഇത് നാം കേട്ട് കഴിഞ്ഞതാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് അത്, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കുഞ്ഞിന് ഒന്നിനൊന്നിന് വേഴ്സ് ആകുന്നതല്ലാതെ കുഞ്ഞിന് കുറവില്ല. ശ്വാസം മുട്ടൽ, ചുമ, കരച്ചിൽ, ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നും മാറി വരുന്നതല്ലാതെ ആ കുഞ്ഞിന് ഒരു ഹീലിംഗ് ടച്ച് കിട്ടിയിരുന്നില്ല. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ
ഈ മകള് അമ്മയുടെ കാശുരൂപവുമായിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് നാം കേട്ടത്. പിന്നീട് മനസ്സമാധാനത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നു. കുഞ്ഞിൻ്റെ ഈ അസ്വസ്ഥതകൾ കാരണം വിശുദ്ധ കുർബാനയില്ലായിരുന്നു. കുർബാനയിൽ പങ്കെടുക്കാൻ പോയാലും സ്വസ്ഥതയോടെ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ഈ മകളുടെ തന്നെ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയായിരുന്നു. കഴുത്തിനുണ്ടായ പ്രശ്നം, കുഞ്ഞിനെ എടുത്ത് ഒത്തിരി വേറെ ഒരു കൈമാറാൻ ആരുമില്ല. ഇങ്ങനെ ഒരു പിടി കാര്യങ്ങളാണ് നാം ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ കേട്ടത്. അപ്പോൾ നാം കേട്ട തിരുവചനം പോലെ രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത തമ്പുരാൻ്റെ അടുത്ത് വന്ന് നാം ഉടമ്പടി ചെയ്ത് അമ്മയുടെ മാധ്യസ്ഥവും തേടി പരിശുദ്ധ അമ്മയെയും കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ഈ ആലയത്തിൽ നിന്ന് പോവുക. അമ്മയെ കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അമ്മ പിന്നെ നമ്മുടെ സന്തത സഹചാരിണി ആവുകയാണ്. അങ്ങനെ അമ്മ പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. എവിടെയാണ് ആർക്കാണ് അസ്വസ്ഥതകൾ, എവിടെ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ പിന്നീട് തൻ്റെ പുത്രൻ്റെ മാധ്യസ്ഥം തേടി പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അങ്ങനെ കുഞ്ഞ് വളരെ നോർമലായിട്ടുള്ളൊരു കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നാം കണ്ടതാണ്. അങ്ങനെ നല്ല രീതിയിൽ ആ കുഞ്ഞ് സൗഖ്യം ആകുന്നു. ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കുഞ്ഞുമായിട്ട് ഇവരുടെ കുടുംബജീവിതം മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ മൂത്ത കുഞ്ഞിനുണ്ടായ അസ്വസ്ഥതകൾ, ശ്വാസം മുട്ട്, അതുമൊക്കെ എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സൗഖ്യപ്പെടുന്നതെന്ന് നാം കേട്ട് കഴിഞ്ഞു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.